അപ്പോൾ നമ്മളെ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഈ സ്ഥലം ശ്രീനഗറിലേക്ക് ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ കൂടി. നമ്മൾ ഇവിടുത്തെ ചോറും ചിക്കനും വേറെ അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ചോറും ചിക്കൻ റൊട്ടി, യെസ് റൈറ്റ്, ഓൺലി റൈസ് ചിക്കൻ റൊട്ടി, സബ്ജി. This is our new friend Sahil from Kashmir. ഇറച്ചി ചിക്കൻ കറി കൊണ്ടു തന്ന ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ എല്ലാവർക്കും കൂടി വീട്ടിൽ വിളമ്പുന്ന പോലെ തന്നെ സംഭവം കൊണ്ടെത്തിച്ചാണ്. സ്വീറ്റ്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് സാഹിൽ അല്ലേ? സാഹിൽ അഹമ്മദ് ഫസ്റ്റ് മുതലേ നമ്മളെ കൂടെ ഉണ്ട്. കാരണം ബസ് ഇറങ്ങിയ ഉടനെ തന്നെ ആള് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇയാള് ബസ്സിന്റെ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മണാലിയിൽ നിന്ന് വരുന്നത്, ഡൽഹിയിൽ ഇതിന് പഠിക്കുക, ബീഫാം പഠിക്കുന്ന സമയത്ത് ഇവനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് ചെയ്യാൻ വന്നതാണ് മണാലിയിൽ. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളെല്ലാവരും ഒരു ടൊമ്പോലാണ് വന്നിട്ട് അപ്പോഴൊന്നും നമ്മൾ കണക്ട് ആയിട്ടില്ല. കണക്ട് ആയത് തിരിച്ച് നമ്മൾ ടാക്സിയിലേക്ക് കയറുന്ന സമയത്ത് ഈ കുറേ സെയിൽസ് അവിടെ അതിനകത്ത് ടാക്സിക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സാണ് നാട് കാണാൻ വേണ്ടിയിട്ട് കൂടെ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരും ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല, എല്ലാം സേഫായിരുന്നു. അത് കഴിഞ്ഞ് ആള് കുറച്ചൊരാളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇയാളുടെ ഒരു പ്രദേശത്തിൻ്റെ ആ കൾച്ചർ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വരുന്നത് രാജേഷിൻ്റെ കണ്ട പോലെ തന്നെ ഭയങ്കര എക്സ്ട്രാ കൈൻഡ്, എക്സ്ട്രാ പൊലൈറ്റ് ആണ് ആള്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. കാരണം 10 മിനിറ്റിന് 20 മിനിറ്റിന്റെ പരിചയം കൊണ്ട് ആളുടെ ബൈക്ക് വരെ എനിക്ക് എടുത്തു തരാം. നേരെ അമ്മനെ വിളിച്ചാൽ മതി, നേരെ വീട്ടിലേക്ക് വരാനാണ് ഡയറക്റ്റ്ലി പറഞ്ഞത്. എന്തായാലും ഇന്ന് പോകുന്നില്ല, ഇന്ന് കോലം ഭയങ്കര അഗ്ലിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് ഇവിടൊക്കെ കഥ കണ്ടോ, ചത്തിട്ടുണ്ട്. കാരണം ബസ്സിലിരുന്ന് ട്രാവൽ ചെയ്ത് വെരി ടയറിങ് ആയിട്ടുള്ള ട്രാവലാണ്. മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റില്ല, ആകെ അവസ്ഥയാണ്. പൊടിയൊക്കെ മുഖത്തടിച്ച്, കാരണം AC ഒന്നുമില്ല. അപ്പൊ നമ്മളെന്താ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം നമ്മളിപ്പോ ഫാമിലി എല്ലാ സംഭവങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എവിടെ പോകണം, എവിടെ നിൽക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. ഇനി പോയിട്ട് അങ്ങോട്ട് കയറിയാൽ മാത്രം മതി. അപ്പം അതൊന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇയാളുടെ വീട്ടിൽ പോകണം, അമ്മനെ കാണണം. അതൊക്കെ നമ്മൾ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്തും. ഓക്കെ, നമ്മളൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കാശ്മീർ മാസ്ക് ഒന്നും പ്രശ്നമില്ല കേട്ടോ. ഉള്ളിൽ കയറണമെങ്കിൽ സർട്ടിഫിക്കേഷൻ, പക്ഷേ നെഗറ്റീവിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം. ബാക്കിയൊക്കെ സെറ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഇറങ്ങി ഞങ്ങൾ ഒരു വണ്ടി കൂടി മാറി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വേറെയും വണ്ടിയിൽ കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടുന്ന് വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം ഡാലിലേക്ക് പോകാൻ. ഡാലിലേക്കിൻ്റെ ഗേറ്റ് നമ്പർ 7, ഗാർഡ് നമ്പർ 7ലേക്ക് വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ സോറി മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അപ്പം അതൊന്ന് ചാർജ് ചെയ്തിട്ടിട്ട് വേണം നമുക്ക് ലേക്കിലേക്ക് കയറാൻ. സോ അവിടെ കണ്ടോ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ. നമ്മൾ ഫോൺ വന്ന് ചാർജ് ചെയ്യണം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഭക്ഷണം ചെറുതായിട്ടൊരു ചായ
ഒരു മൈസൂർ മസാല ദോശയും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റേ ഗാർഡ് 7 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗാർഡ് 7 എത്താൻ വേണ്ടിയിട്ടാണ് ഫാബിൽ പറഞ്ഞത്. അപ്പോൾ ഗാർഡ് 7 എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഗാർഡ് 7 എന്നുള്ളത് അത് ഒരു ഈ ബോട്ടൊക്കെ നിർത്തുന്ന സ്റ്റോപ്പാണ് കേട്ടോ, ഓരോ സ്റ്റോപ്പാണ്. അപ്പം അവിടേക്ക് ഫാബി നിന്ന ആ ടീമിൽ അവർ വരും. അവരിപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഫോണും സ്വിച്ച് ഓൺ ആയിട്ട് വേണം അവരെ കോൺടാക്ട് ചെയ്യാൻ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഒരുപാട് ലഗേജ് ഉണ്ട്, അതിനെക്കൊണ്ട് ലഗേജ് കയ്യിലുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളെ മൈസൂരി മസാല ദോശ എത്തി. ഇവിടെ എത്തിയിട്ട് നല്ല നോൺ വെജ് ഒക്കെ കഴിക്കുന്നത് വിചാരിച്ചാൽ, പക്ഷെ നേരെ വന്ന് പെട്ടത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ. അപ്പോൾ നമ്മളെ ഫിറോസ് ഭായി ആണ് വരുന്നത്. ഫിറോസ് ഭായിൻ്റെ ഷിക്കാർ കൊണ്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം എവിടെയാണുള്ളത്, എന്താ സംഭവം, റൂം എങ്ങനെയുണ്ട്. You came today? Yeah. By air and by road? അവിടെ തന്നെ വെച്ചോ. ഓൾമോസ്റ്റ് ലഗേജ് വെച്ചിട്ട് തന്നെ തോണി മുങ്ങുന്നാ തോന്നുന്നത്. ഇറുകി നോട്ടെ എന്താ സ്ഥിതി. എന്തൊരു തള്ളാ തള്ളിയ മോളെ. എന്താ This is rich man. Go big chicken, get small chicken. That's fine. His hurt is big. Okay. Yeah, Fab will tell about you. Firoz bhai, it's like he get good service, extremely good treatment, politeness, everything, and that's why I choose you as that. Yeah. So the gym is in the 11th, right? Yeah. Okay. മോളെ എങ്ങോട്ട് നോക്കിയേ, എന്താ സ്ഥിതി? അറിയില്ല, നമ്മളെ സ്ഥലം എവിടെയാണെന്നുള്ളത് ഒരു ഐഡിയ ആയിട്ടില്ല.
You can go. ഞാൻ വീണില്ല. Tamil? Tamil. Malayalam. Malayalam. You know Tamil? No. He is speaking English very well. Okay. യാസി ലഗേജ് എടുക്കണം. ഞാൻ എടുത്തോളൂ. നീ അങ്ങോട്ട് കയറി നിന്നിട്ട് വീഡിയോ എടുത്തോ. വീഡിയോ എടുത്താൽ മതി. ഓ സംഭവം കിട്ടില്ല. Thank you. You can see the boat. അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്കിപ്പോൾ ലോങ് ആയിട്ട് ഇപ്പോൾ ഞാൻ 1 മന്തിലേക്കൊക്കെ നിൽക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോട്ടിലേക്ക് എത്താൻ യാതൊരു വഴിയില്ല. ഈ കടൽ ഈ പുഴ കടക്കാൻ തന്നെ ഉള്ളൂ. ഒരു 10 മിനിറ്റ് തുഴയണം, എന്നാലേ നമ്മൾ അവിടെ എത്തുള്ളൂ. അപ്പം അവർ പറഞ്ഞ് തുഴയാൻ പഠിപ്പിച്ചു തരാം, 1 മണിക്കൂറിൻ്റെ പരിപാടിയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അപ്പം തുഴയാൻ പഠിക്കാം എന്തായാലും. അപ്പം ഇതിൻ്റെ ബാൽക്കണിയാണ്. റൂമിലേക്ക് കിടക്കുക. ഇപ്പോൾ ഇതിൻ്റെ ലിവിങ് റൂം. വാവ്, ഇറ്റ്സ് റിയലി സ്പേഷ്യസ്. ഓ സ്പേഷ്യസ് മാത്രമല്ല, ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ ഉള്ളിൽ. മൈൻഡ്ഫുൾനെസ്. താങ്ക് ഗോഡ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ റൂം വരുന്നത്. സോ what is that? We putting air. When customer going, we cleaning and put air is going inside. ഓക്കെ. Okay. അതാ ബാത്റൂം അപ്പുറത്ത്. See the bathroom. ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഒരു ബാത്ത് ഉണ്ട്, ഇതുണ്ട്, അതായത് ടോയ്ലറ്റ്, ബെഡ്. And you can see the bathroom. വേറൊരു റൂമും ഒരു ചെറിയൊരു TV ഉണ്ട്, ഒരു ഫാന്, ചെറിയ നല്ല ഒരു ഹൗസ് ബോട്ട് സെറ്റപ്പിൽ. എല്ലാവരും ബാറ്റപ്പ് ഉണ്ട് എല്ലാത്തിലും. നമുക്ക് മറ്റേ വൈറ്റിനും ചെക്ക് ചെയ്ത്, വൈറ്റും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. സംഭവം സെറ്റാണ്. ഇതിൻ്റെ അടുക്കള ബാക്കിലായിരിക്കും ചെക്ക് ചെയ്യണം. ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാബി. വൈ ഇത് പ്രശ്നമില്ല. ഇതും ഇതേപോലെ ഫ്രണ്ടിലൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ കായൽ ആസ്വദിക്കാം. കായൽ മാത്രമല്ല, അപ്പുറത്തെ മലകൾ കണ്ടോ. വാവ്, എക്സ്ട്രീമാണ് കേട്ടോ, എക്സ്ട്രീം വൈബാണേ. ഊഫ്, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഏരിയ കറക്റ്റാണെന്നാണ് തോന്നുന്നത്. ടേബിള് വെബിനാർസൊക്കെ എടുക്കാൻ പറ്റുന്ന ഏരിയ ആണ്. പിന്നെ ഇതിന് അപ്സ്റ്റേഴ്സും ഉണ്ട് തോന്നുന്നടാ. എൻ്റെ ഒരു റൂമും അതിൻ്റെ ബാത്റൂമും. എന്താ ഫീൽ ചെയ്യുന്നു മോളാ? What do you feel? Which one is best? ഇതല്ലേ ബാത്റൂം. ബെഡ് ബിഗാണ്, ബാത്റൂമും ഓക്കെയാണ്. കുറച്ചും കൂടി വലിയ ബാത്റൂമാണ്. മനസ്സിലായേ? നമസ്കാരം. ഹായ് ബ്രദർ. Thank God everything is good. Alhamdulillah. Mashallah. So very beautiful. What's your name? Raina. Mr. Raina. Raina, okay. That's amazing. Yeah, that's amazing. Okay. Tomorrow, നമ്മൾ ഇന്നത്തെ ഇവരുടെ ഈ നമ്മളെ കെയർടേക്കറുടെ മകളുടെ മറ്റേ എൻഗേജ്മെൻ്റ് നാളെ. അപ്പോൾ ഇന്നവർ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. Yeah.
आया